പൃഥ്വിരാജിൻ്റെ കൂടെ ഞാൻ 4 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ത്രില്ലർ, സിറ്റി ഓഫ് ഗോഡ്, ജെയിംസ് ആൻഡ് ആലിസ്, ഊഴം. ഇന്ന് ഞാൻ പൃഥ്വിരാജിനെ പറ്റി പറയുന്നു. പൃഥ്വിരാജ്, യു ആർ മൈ സൂപ്പർ സ്റ്റാർ, റാദർ യു ആർ മൈ സൂപ്പർ ഹ്യൂമൻ ബീയിങ്. കിഷോർ സത്യ ടോക്സിൻ്റെ മറ്റൊരു വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് ഈ 3 സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുമ്പോഴും നാം ഇപ്പോൾ സംസാരിക്കുന്നത് മറ്റൊരു സിനിമയെക്കുറിച്ചാണ്. തൻ്റെ ജീവിതത്തിലെ 14ഓളം വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ബ്ലസ്സി എന്ന സംവിധായകൻ്റെ, അല്ലെങ്കിൽ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ, അതിലെ കഥാപാത്രം നജീബായി അഭിനയിക്കുന്ന പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ശാരീരിക മാനസിക തയ്യാറെടുപ്പുകൾ, ഇതിൻ്റെയൊക്കെ പരിണതഫലമായി ഇപ്പോൾ ഈ സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതത്തെപ്പറ്റി നമ്മൾ ഒരുപാട് കാണുന്നു, വായിക്കുന്നു, ചർച്ചകൾ ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ആടുജീവിതം എന്ന ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ വളരെ ഗംഭീരമായിട്ട് നടക്കുകയും അതിൻ്റെ ടെലികാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചാനലുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ്റെ സാന്നിധ്യം, മലയാളത്തിൻ്റെ പ്രിയതാരം ലാൽ സാറിൻ്റെ സാന്നിധ്യം, പൃഥ്വിരാജ്, അതുപോലെ മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം തന്നെ മലയാള സിനിമയിലെ വിവിധ സംവിധായകർ, നടീനടന്മാർ ഒക്കെ തന്നെ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ആ ചടങ്ങിൽ ആരും പറയാത്തൊരു കാര്യം പ്രിയപ്പെട്ട പൃഥ്വി പറഞ്ഞതാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. ആ ടെലികാസ്റ്റിംഗ് ഞാനും കാണുകയുണ്ടായി. അതിലൊരു ചെറുപ്പക്കാരൻ വളരെ കൗതുകമാർന്ന മുഖത്തോടുകൂടി സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്നതിൻ്റെ ഷോട്ടുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റേജിലെത്തി പൃഥ്വി സംസാരിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് ഗൂഗിൾ എന്നാണെന്നും അദ്ദേഹം അതേ സിനിമയിൽ തന്നെ ഹക്കീം എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് എന്നുള്ളതും നിങ്ങളെപ്പോലെ തന്നെ ഞാനും മനസ്സിലാക്കിയത്. വളരെ താരസമ്പന്നമായ ഒരു സദസ്സായതുകൊണ്ടായിരിക്കാം ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ചെറുപ്പക്കാരനെ പറ്റി അധികം പറഞ്ഞ് നമ്മൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരും പറയാത്തൊരു കാര്യം അന്ന് ആ വേദിയിൽ വെച്ച് പൃഥ്വി പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് ശാരീരികമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ, ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തതിനെപ്പറ്റി നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അത് വലിയ വാർത്തയുമായിരുന്നു. എന്നാൽ പൃഥ്വി പറയുമ്പോഴാണ് ഈ ഗോകുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും പൃഥ്വിയോടൊപ്പം തന്നെ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. കാരണം ഈ ശരീരഭാരം കുറയ്ക്കുക, കൂട്ടുക, അല്ലെങ്കിൽ ആ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഉള്ള ആ എല്ലാ കടമ്പകളിലൂടെയും കടന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഗോകുൽ എന്ന് അത് പൃഥ്വിയുടെ വാക്കുകളിലൂടെയാണ് നാം മനസ്സിലാക്കിയത്. അങ്ങനെ പറയാൻ മനസ്സ് കാണിച്ച പൃഥ്വിരാജിനാണ് എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യടി മുഴുവൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ സ്വാർത്ഥമായിട്ട് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെപ്പറ്റി തന്നെ പറയാമായിരുന്നു. അത് മാത്രം പറയാമായിരുന്നു. താരതമ്യേന പുതുമുഖമായ നമുക്ക് പരിചയമില്ലാത്ത ഈ ചെറുപ്പക്കാരനെ പറ്റി പൃഥ്വി അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മളും ഒരുപക്ഷെ ആ ആളെ പറ്റിയിട്ട് അധികം അറിയുമായിരുന്നില്ല. പക്ഷേ അവിടെയാണ് പൃഥ്വിരാജ് എന്ന മനുഷ്യൻ്റെ മനുഷ്യ മനസ്സിൻ്റെ നന്മയുടെ അല്ലെങ്കിൽ കരുതലിൻ്റെ ഒരു മുഖം നമ്മൾ കണ്ടത്. കാരണം എന്നെപ്പോലെ തന്നെ അവനും കൈയ്യടി അർഹിക്കുന്നു, എന്നെപ്പോലെ തന്നെ അവനും ഇതിന് സഹിച്ച ത്യാഗങ്ങളെപ്പറ്റി 2 വാക്ക് ഞാൻ പറയാതെ പോയാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു പോയ പൃഥ്വിയുടെ ആ മനുഷ്യത്വത്തിൻ്റെ മുഖത്തിനാണ് ഞാൻ പറയുന്നത്, പൃഥ്വി, നിങ്ങളാണ് സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നത് ഇതിലൂടെയാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ ഇത്തരം സിനിമകൾക്ക് വേണ്ടി നടീനടന്മാർ നിർവഹിക്കുന്ന ഇത്തരം ശാരീരികമായ പ്രത്യേകതകളൊക്കെ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ വീഡിയോസൊക്കെ വളരെയധികം പ്രചാരം നേടാറുണ്ട്. ഈ സിനിമയുടെ വിപണനത്തിന് വേണ്ടിയും അത്തരമൊരു വീഡിയോ ചെയ്യാമെന്ന് ഇത് അണിയറ പ്രവർത്തകർ പൃഥ്വിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അതും അദ്ദേഹം ഈ പ്രസ് മീറ്റിൽ പറയും. ആ കാര്യം ഈ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞാണ് നാം അറിയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണമെന്ന് പറയുന്നത്, നിത്യജീവിതത്തിൽ നജീബ് അനുഭവിച്ചതിൻ്റെ 4-1 പോലും ഒരുപക്ഷെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ അത്രയും വരില്ലല്ലോ, അതുകൊണ്ട് അത് വെച്ച് നമുക്ക് വിപണനം ചെയ്യേണ്ട എന്ന് പൃഥ്വിരാജിനെ പോലെ നടൻ പറയുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മയുടെ കരുതൽ, ഇതൊക്കെ കൂടെയാണ് വെളിവാക്കുന്നത്. തൻ്റെ 2 പതിറ്റാണ്ട് നീളുന്ന സിനിമ അഭിനയ ജീവിതത്തിൽ ഏതാണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു നടൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിലുമുള്ള പൃഥ്വിരാജിൻ്റെ ഒരു വളർച്ചയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരുപാട് എലിവേറ്റഡ് ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല മനസ്സിനുടമ അല്ലെങ്കിൽ ഒരുപക്ഷെ പൃഥ്വിക്ക് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ 3-4 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ച എൻ്റെ സഹപ്രവർത്തകൻ എന്നുള്ളതിലുപരിയായിട്ട് പൃഥ്വിരാജ്, നിങ്ങളിന്ന് എൻ്റെ സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ മലയാളികളുടെ സൂപ്പർ സ്റ്റാറാണ്. അതിലുപരിയായിട്ട് മലയാളികൾ നിങ്ങളെ ഒരു സൂപ്പർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല മനസ്സിനുടമയായ
ഒരു നടനെ എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള സന്തോഷം കൂടെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വർത്തമാനം ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.